ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയ റൂം ഫ്രഷനർ ഉണ്ടാക്കാനാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ മഴക്കാലമാണ്, അതുകൊണ്ട് എവിടെ നോക്കിയാലും രൂക്ഷഗന്ധമായിരിക്കും. അതേപോലെ എന്താ പറയുക, നമ്മുടെ നനഞ്ഞ തുണികളൊക്കെ ഇപ്പോൾ എവിടെ നോക്കിയാലും നനഞ്ഞ തുണിയൊക്കെ വീട്ടിലൊക്കെ ഇട്ടുണ്ടാവുമല്ലോ, കാരണം മഴ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങാൻ ചാൻസസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ബാഡ് സ്മെല്ല് അകറ്റാൻ വേണ്ടി നമ്മുടെ റൂമിലും അതേപോലെ കിച്ചണിലും അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റൂം ഫ്രഷനർ അല്ലെങ്കിൽ ഒരു എയർ ഫ്രഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാൻ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. വാ. ാട്ടോ ആവശ്യം. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു നാരങ്ങയാണ്. അതിന് ശേഷം ഇതുപോലെ ഒരു ഏലക്ക, ഒരു ചെറിയ ഒരെണ്ണം എടുത്താൽ മതി. ഇത് കുറച്ച് ഗ്രാമ്പുമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 9 to 10 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു പട്ട ഈ ഒരു സൈസിൽ എടുത്താൽ മതി. പിന്നെ ഇത് വാനില എസൻസ് ആണ്, അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ഇത്ര സാധനങ്ങളാട്ടോ നമുക്ക് ആവശ്യം. ആദ്യം നമ്മൾ നമ്മുടെ ഈ ലെമൺ ഒന്ന് മുറിച്ചെടുക്കണം. നമ്മളിങ്ങനെ സ്ലൈസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യാൻ പോണത്. നമുക്കൊരു 4 സ്ലൈസ് ഇങ്ങനെ ചെത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ ലെമൺ ഒരു 4 സ്ലൈസ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ പീസ് നമുക്ക് 4 ആയിട്ട് അങ്ങോട്ട് നടുവിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതുപോലെ ഒരു പാത്രം എടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കുറച്ച് വലുപ്പമുള്ള ഒരു പാത്രം എടുത്തിരിക്കുന്നു കേട്ടോ. അതിലോട്ട് നമ്മുടെ ഈ നാരങ്ങേനെ ഇട്ട് കൊടുക്കാം. നാരങ്ങ നമ്മൾ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തെടുക്കാൻ പോണത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പട്ട ഉണ്ടല്ലോ, ആ പട്ടയാണ് കേട്ടോ. നമ്മൾ ഈ പട്ട കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ഗ്രാമ്പു ഉണ്ടല്ലോ, ഗ്രാമ്പു ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നിങ്ങൾ നിറയെ ഗ്രാമ്പു ഇട്ട് അത്ര ഇട്ടോളൂ. നമ്മളിപ്പോൾ ഒരു 9 to 10 ഗ്രാമ്പിൻ്റെ അടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എടുക്കുന്നത് ഏലക്കയാണ്. അപ്പോൾ നമ്മൾ ഏലക്ക ഒരു പീസ് എടുക്കുന്നുള്ളൂ. അത് ചിലവർക്ക് ആ മണം ഇഷ്ടാവില്ല, അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടണ്ട. അപ്പോൾ നമുക്ക് ഏലക്കയുടെ ഒരു മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഏലക്ക കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വാനില എസൻസ്. ഇത് കൂടുതൽ ഒഴിക്കണത് ഇതിപ്പോൾ ചിലവർക്കൊന്നും ചിലപ്പോൾ വാനിലയുടെ മണം പറ്റില്ല എന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുൽത്തൈലോ അങ്ങനെ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറഞ്ഞിട്ട് കിട്ടും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടെ ചേർത്തിക്കോ. അതിന് ശേഷം നമ്മളിത് എടുക്കാൻ പോകുന്നത് നല്ല പ്യുവർ വാട്ടറാണ്. അപ്പം നല്ല വെള്ളം നോക്കി എടുക്കുക. അപ്പോൾ ആ വെള്ളം കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എന്തായാലും സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി എന്തായാലും ഇത് സ്റ്റൗവിലോട്ട് കയറ്റി വയ്ക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓണാക്കി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ അടിപൊളിയായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. സ്റ്റൗവിൽ നിന്ന് ഇറക്കാം. അധികം നേരം സ്റ്റൗവിൽ വെക്കണ്ട. അപ്പോൾ ഏകദേശം ചെറുതായും തണുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് വേറൊരു കുപ്പി ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പിക്കിളിൻ്റെ ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവുമായിരിക്കും. അപ്പോൾ ചെറിയൊരു ഗ്ലാസ് ആണെങ്കിലും മതി. അതിലോട്ട് നമുക്കിത് വെള്ളം മാക്സിമം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള നാരങ്ങയുടെ പീസസും അതൊക്കെ നമുക്ക് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. ഇനിയിപ്പോൾ അധികം ഒന്നും ചെയ്യാനൊന്നുമില്ല. നമുക്കിനി ഇത് നമ്മുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് എടുത്തു വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം എന്തായാലും റെഡിയാണ്. ഇപ്പോൾ തന്നെ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് കുറച്ച് നീം ലീവ്സ് വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നീം ലീവ്സ് എത്രത്തോളം നല്ല ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമുക്ക് നീം ലീവ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് ജസ്റ്റ് നമ്മുടെ റൂമിലോട്ട് മാറ്റുക മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഓർഗാനിക് എയർ ഫ്രഷനർ റെഡി ആയിരിക്കും കേട്ടോ. നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. നമ്മൾ നാരങ്ങയും അതേപോലെ സ്പൈസസുമാണ് ആഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയും എത്ര റിഫ്രഷിംഗ് ആയിരിക്കും അതിൻ്റെ മണമെന്ന്. അപ്പോൾ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ രാവിലെ നേരത്തെയോ മറ്റേ ആണെങ്കിൽ നിങ്ങളിത് റൂമിൽ വെച്ചിട്ട് റൂം അടച്ചു വയ്ക്കുക. എന്നിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള മണമായിരിക്കും വരുന്നത്. ഇപ്പോൾ തന്നെ പൊളി മണമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കിട്ടില്ലെങ്കിലും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ടാറ്റാ.